പിന്നെ ഈ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ ഒരു ടെക്സ്റ്റ് അടിച്ചിരുന്നു അബൂ റാഫി, ലാ ഫർഖ ബൈന ഗുസ്ലിൽ ജനാബത്തി വ ഗുസ്ലിൽ ഹൈളി ഇല്ലാ അന്നഹു യുസ്തഹബ്ബു ദൽകു ശഅരി ഫീ ഗുസ്ലിൽ ഹൈളി അശദ്ദു മിൻ ദൽകിഹി ഫീ ഗുസ്ലിൽ ജനാബത്തി. ശ്രദ്ധിക്കുക, അതെന്താണ്? ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്. നിർബന്ധ ജനാബത്ത് കുളിയും അതേപ്രകാരം ഹൈളിനുള്ള കുളിയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. ഇത് രണ്ടും ഒരേപോലെയാണോ? അത് തമ്മിൽ വ്യത്യാസമില്ല. പക്ഷെ ഒന്ന് രണ്ട് കാര്യം മാത്രം പ്രത്യേകം എടുത്ത് പറഞ്ഞു ഈ കുളിയില്. ഇല്ലാ അന്നഹു യുസ്തഹബ്ബു ദൽകു ശഅർ ഫീ ഗുസ്ലിൽ ഹൈളി. ഹൈളിൽ കുളിക്കുന്ന സ്ത്രീകൾ എന്ത് ചെയ്യണം? മുടി തിക്കകറ്റുക. മുടി ഇങ്ങനെ എന്ത് ചെയ്യുക? നന്നാക്കി അത് കൈയിട്ട് ഉരതുക, തിക്കകറ്റുക എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാണ്? നന്നായി ഉരതേണ്ടത് സുന്നത്താണ്. അശദ്ദ മിൻ ദൽകിഹി ഗുസ്ലിൽ ജനാബത്തി. ജനാബത്ത് കുളിക്കുന്നത് എന്നുമ്പോൾ മുടി തിക്ക് ആറ്റുന്നതിനേക്കാളും ഏറ്റവും ശക്തിയായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? സ്ത്രീകള് ഹൈള് കുളിക്കുമ്പോൾ ചെയ്യേണ്ടതുണ്ട്. അതൊരു വ്യത്യാസമാണ്. ഇസ്തഹബ്ബു ഫീ, അതേപ്രകാരം സുന്നത്തായിട്ടുള്ള കാര്യമാണ് രണ്ട് താവുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കാം. അൽ മർഅത്തു ഫീ മൗളിഇദ് ദം. മറ്റൊരു ഹൈള് കുളിക്കുന്ന സ്ത്രീകള് ശ്രദ്ധിക്കേണ്ടതാണ് എന്ത്? രക്തമുണ്ടായിരുന്ന സ്ഥലത്ത് കുളിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? കുളിക്കുമ്പോഴാവട്ടെ കുളിച്ചതിന് ശേഷമാവട്ടെ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത്. ഇസാലത്തൻ ലിറായിഹത്തിൽ കരീഹ. കാരണം എന്താ? അത് മോശപ്പെട്ട കരീഹായിട്ടുള്ള സ്മെല്ല് നീങ്ങാൻ വേണ്ടിയിട്ട് എന്ന് അത് സ്ത്രീകൾക്ക് സുന്നത്താണ്. ഈ രണ്ട് വ്യത്യാസമാണ് എന്ത് ചെയ്യുന്നത്? ഇതില് പ്രത്യേകമായിട്ട് കാണുന്നത്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസ് ശ്രദ്ധിക്കാം. ഇമാം മുസ്ലിം തന്റെ 332 നമ്പറായിട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസില് ഈ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന്, ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് നിവേദനം, അന്ന അസ്മാ റളിയല്ലാഹു അൻഹ സഅലത്ത് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ഗുസ്ലിൽ മഹീലി. പ്രവാചകന്റെ ഭാര്യ, പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അന്ന അസ്മാ റളിയല്ലാഹു അൻഹ സഅലത്ത്, അസ്മാ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. എന്തിനെ കുറിച്ച്? അൻ ഗുസ്ലിൽ മഹീൽ, ഹൈള് കുളിയെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അസ്മാ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു എന്ന് പറയാണ്. എന്നിട്ട് എന്നിട്ട് പറഞ്ഞു, ഹൈളിനുള്ള കുളി എങ്ങനെ ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, വെള്ളം എടുക്കുക. അതേപ്രകാരം സിദ്റത്ത് എന്ന് പറഞ്ഞാല് എന്താണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? ആർക്കറിയാം? ഇവിടെ സിദ്റത്ത് എന്ന് പറഞ്ഞ താളി. അതില് നമുക്ക് താളി, സോപ്പ് എന്നും പറയാം നമുക്ക്, അല്ലെ? ഈ സോപ്പ് വെള്ളം അതല്ലെങ്കിൽ താളി വെള്ളം പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന അങ്ങനെയാണ്. അപ്പോ എന്ന് നന്നായിട്ട് ശുദ്ധി വരുത്തുക. സുമ്മ തസുബ്ബു അലാ റഅസിഹ, എന്നിട്ട് തലയിൽ വെള്ളം ഒഴിക്കുക. ഫതദുൽകുഹു ദൽകൻ ശദീദ്, നന്നായിട്ട് ഉരതുക, നന്നായിട്ട് എന്ത് ചെയ്യാ? ഉരതുക എന്ന് പറഞ്ഞു. പിന്നെ ഹത്താ തബുലഗ ശുഊന റഅസിഹ, തലയുടെ ശുഊന റഅസിഹ എന്ന ഉസൂൽ ഷഅറാണ്. തലയുടെ അങ്ങേയറ്റം, തലയുടെ അടിത്തറ, മുടിയുടെ ശുഊന റഅസിഹ, ആ മുടിയുടെ അടിഭാഗം തട്ടുന്നത് വരെ എന്ത് ചെയ്യാ? നമ്മള് കയ്യ് തിക്കകറ്റുക. സുമ്മ തസുബ്ബു അലൈഹൽ മാ, പിന്നീട് വെള്ളം ഒഴിക്കുക. സുമ്മ തഖുദു ഫിർസതൻ മുമസ്സകതൻ ഫതതഹറു ബിഹാ. ഫിർസത്തൻ എന്ന് പറഞ്ഞാല് ഉദ്ദേശിക്കുന്നത് കിട്ടാത്ത കൊത്തന്, ഒരു കോട്ടൺ തുണിക്കഷ്ണോ ഔക്കുമാസ് അതല്ലെങ്കിൽ എന്തെങ്കിലും ശീലകഷ്ണോ, ഏത് രൂപത്തില് മുത്തയ്യബത്തൻ ബിൽ മിസ്ക്, മിസ്ക് ഉപയോഗിച്ചിട്ടുള്ള സുഗന്ധമുള്ള ഏതെങ്കിലും തുണിക്കഷ്ണം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാ? ഉപയോഗിക്കാം. ഫഖാലത്ത് അസ്മാ, അപ്പൊ അസ്മാ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, വകൈഫ തതഹറു ബിഹാ, എങ്ങനെയാണ് അപ്രകാരം ശുദ്ധി വരുത്താൻ ചോദിച്ചു. ഫഖാല സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി പറഞ്ഞു സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര മഹാനാണ്, അല്ലാഹു ആ രൂപത്തില് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു തഹരീന ബിഹാ, എങ്ങനെയാണ് ശുദ്ധി വരുത്തുക? അങ്ങാണ് ശുദ്ധി വരുത്തുന്നതെന്ന് ആ രൂപത്തിൽ പഠിപ്പിച്ചു. ഫഖാലത്തെ ആയിഷ, അപ്പോ ആയിഷ പറഞ്ഞു അന്നഹാ തുഖ്ഫി ദാലിക, ആയിഷ ആ സമയത്ത് പറയാണ് അന്നഹാ തുഖ്ഫി ദാലിക, അതായത് വളരെ
സൗണ്ട് കുറച്ചിട്ടാണ് എന്ത് ചെയ്ത് റസൂലുള്ളാഹി പറഞ്ഞത്. ആരാണ്? അസ്മാ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി ചോദിച്ചത് വളരെ സൗണ്ട് കുറച്ചിട്ടാണ്. ഖാലത്ത് ദാലിക സൗത്തിൻ ഖഫിയ്യിൻ യസ്മഉൽ മുഖാത്തിബ് വലാ യസ്മഉൽ ഹാദിറൂൻ. സംസാരിക്കുന്ന ആൾ മാത്രം ചുറ്റുഭാഗത്തിരിക്കുന്ന ആളുകൾ കേൾക്കാത്ത രൂപത്തിൽ വളരെ സൗണ്ട് കുറച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് അസ്മാ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിയോട് ചോദിച്ചത്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞത് തതബ്ബഈന അതറദ്ദം, രക്തത്തിന്റെ അടയാളം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വസഅൽതുഹു അൻ ഗുസ്ലിൽ ജനാബ, അതിനുശേഷം ജനാബത്ത് കുളിയെ കുറിച്ചും ചോദിച്ചു അസ്മാ റളിയല്ലാഹു തആല റസൂലിനോട്. ഫഖാല റസൂൽ പറഞ്ഞു തഖുദു മാഅൻ ഫതതഹറു ഫതുഹ്സിനു തൗറ, നീ വെള്ളം എടുക്കുക എന്നിട്ട് ശുദ്ധി വരുത്തുക, വളരെ നന്നായി ശുദ്ധി വരുത്തുക. സുമ്മ തസുബ്ബു അലാ റഅസിഹ, എന്നിട്ട് തലയിൽ വെള്ളമൊഴിക്കുക. ഫതദ്ലുഖുഹു ഹത്താ തബ്ലുഗ ശൂന റഅസിഹ, മുടിയുടെ അറ്റങ്ങൾ വരെ എത്തുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, വെള്ളം എത്തുന്ന രൂപത്തിൽ ഇക്കകറ്റുക. സുമ്മ തുഫീദു അലൈഹിൽ മാ, പിന്നീട് അതിൽ വെള്ളം ഒഴിക്കുക, കോരി ഒഴിക്കുക. ഇത് ആ സമയത്ത് ഫഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് നിഅമൻ നിസാഉ നിസാഉൽ അൻസാർ, അൻസാരി സ്ത്രീകൾ എത്ര നല്ല സ്ത്രീകളാണ്. കാരണം എന്താ, ലം യകുൻ യംനഉഹുന്നൽ ഹയാഉ അൻ യതഫഖഹന ഫിദ്ദീൻ, ദീന് മതം പഠിക്കുന്ന വിഷയത്തിൽ ഫിഖഹിയായ വിഷയങ്ങളൊക്കെ പഠിക്കുന്ന വിഷയത്തിൽ ഒരു ലജ്ജയും അവർക്കാർക്കും ഉണ്ടായിരുന്നില്ല അൻസാരി സ്ത്രീകൾ.